الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. സ്വഹീഹായ ഹദീസുകളിൽ റജബ് മാസത്തെ പരാമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. 12 മാസങ്ങളിൽ പവിത്ര മാസങ്ങളായി എണ്ണിയത് 4 ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ 3 ചേർന്ന് നിൽക്കാത്ത റജബ് മാസം. ഈ 4 മാസങ്ങളിൽ മുഹറം മാസത്തിൽ പ്രത്യേകം ഇബാദത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹറം 9-നും 10-നും നോമ്പ് നോൽക്കുക. അതുപോലെ ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകം ഇബാദത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജ് കർമ്മം അതിലാണ് നടക്കുന്നത്. അതുപോലെ അറഫ നോമ്പ്, ബലി പെരുന്നാള്, ബലി കർമ്മം, പെരുന്നാൾ നിസ്കാരം പോലുള്ള നിരവധി ഇബാദത്തുകൾ ആ മാസത്തിൽ പ്രത്യേകമായി ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദുൽഖഅദയിലും റജബിലും ഒരു പ്രത്യേക ഇബാദത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. പിന്നെയോ സാധാരണ ചെയ്യുന്ന ഇബാദത്തുകൾ ഗൗരവത്തിൽ കാണുക, കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന വിശ്വാസിയുടെ സ്വഭാവത്തെ കുറച്ചുകൂടി ഊർജിതമാക്കുക, അല്ലാഹു ബഹുമാനിച്ച പവിത്രമായ മാസമാണ് എന്ന വിഷയം അംഗീകരിക്കുക. ഇതാണിത് സംബന്ധമായി മുസ്ലിം ലോകം സ്വീകരിക്കേണ്ട നിലപാടായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് മുസ്ലിം ലോകത്ത് പലയിടങ്ങളിലും ഒരു പ്രത്യേക നോമ്പ് റജബ് 27-ന് അത് ഇസ്ലാമിലുള്ളതാണ്, ആശൂറാവ് പോലെ താസുവാവ് പോലെ നോൽക്കേണ്ടതാണ് എന്ന മട്ടിൽ നോൽക്കുന്ന ആളുകളുണ്ട്. കുറച്ചു മുമ്പ് ഒരു സ്പെഷ്യൽ നിസ്കാരം ഉണ്ടായിരുന്നു. കിതാബുകളിലൊക്കെ പണ്ഡിതന്മാർ അതിനെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞത് കാണാൻ കഴിയും. ഇമാം നവവിയൊക്കെ വളരെ ശക്തമായി വിമർശിച്ച ഒരു നമസ്കാരം, റജബ് മാസവുമായി ബന്ധപ്പെട്ട സ്വലാത്തുർ റഗായിബ് എന്നാണ് ആ നമസ്കാരത്തിന്റെ പേര് തന്നെ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, സ്വലാത്തുർ റഗായിബ്, ഈ റഗായിബ് നമസ്കാരം ബിദ്അത്തും ഖബീഹത്തും മുൻകറത്തുൻ അശദ്ദു ഇൻകാറ, അത് ശക്തമായി എതിർക്കപ്പെടേണ്ട ബിദ്അത്താണ്, ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതാണ്. ആരും നവവി ഇമാമിനോട് ചോദിച്ചിട്ടില്ല ഇതെന്തേ ഒരു നല്ല കാര്യമല്ലേ, നിസ്കരിക്കുന്നതല്ലേ, അതിന് ഇത്ര ഗൗരവത്തിൽ എതിർക്കേണ്ടതുണ്ടോ? അദ്ദേഹം എതിർക്കാൻ പറഞ്ഞ കാരണം അത് ഇസ്ലാമിലില്ല എന്നതാണ്.
അതുപോലെ 27-ാം രാവിനെ ഒരു പ്രത്യേകമായി ആഘോഷിക്കുക എന്ന പരിപാടിയും പൊതുവെ മുസ്ലിം സമൂഹത്തിൽ കണ്ടുവരുന്നതാണ്. അതിന് സാധാരണ പറയപ്പെടാറുള്ള ന്യായം അന്നാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എന്നതാണ്. അങ്ങനെ തന്നെയാണ് പണ്ഡിതന്മാരുടെ പൊതുവേ ഉള്ള അഭിപ്രായം. ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നുബുവത്തിന്റെ 11-ാം കൊല്ലം അല്ല 12-ാം കൊല്ലം എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഇസ്രാ മിഅ്റാജ് നടന്ന മാസത്തെ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ റജബ് 27-നാണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും റജബ് 27-നാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എന്നതുകൊണ്ട് അന്നൊരു പ്രത്യേക ഇബാദത്ത് ചെയ്യണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഇതിനേതെങ്കിലും രൂപത്തിൽ ഒരു അംഗീകാരം ഉണ്ടാക്കാൻ വേണ്ടി ഹദീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ചില്ലറ ഹദീസുകളൊന്നുമല്ല. ഹാഫിദ് ഇബ്നു ഹജർ പറയുന്നത് 21 ഹദീസ് ഉണ്ടാക്കിയെന്ന്. അതുപോലെ ദുർബലമായ 11 ഹദീസുകൾ വേറെയും. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരമായി നിൽക്കുന്നത് പ്രഗത്ഭരായ മുൻകാല പണ്ഡിതന്മാർ, ഇമാം നവവിയെ പോലെ, ഇമാം ഇബ്നു ഹജറിനെ പോലുള്ള പ്രഗത്ഭരായ മുഹദ്ദിസുകൾ ശരിയല്ല എന്ന് തള്ളിപ്പറയുകയും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്ത അത്തരം വാറോലകൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം ആഘോഷങ്ങളെയൊക്കെ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും തന്നെ നമ്മൾ മിഅ്റാജ് അംഗീകരിക്കാത്തത് കൊണ്ട് പറയുകയല്ല. മിഅ്റാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. അത് അംഗീകരിച്ചേ പറ്റൂ. മിഅ്റാജ് റസൂലുള്ളാഹി ആകാശത്തേക്ക് യാത്ര ചെയ്തു എന്ന് വിശ്വസിക്കുന്നതിൽ എന്ത് പ്രയാസം? കാരണം നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത് ഈസാ നബി ഇന്നും ആകാശത്താണുള്ളത്, ഇങ്ങ് വന്നിട്ടില്ല, ഇനി വരും എന്നൊക്കെ ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുന്ന, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് പോയി എന്ന് വിശുദ്ധ ഖുർആനിൽ സൂചനയായും റസൂലുള്ളാഹി സ്വഹീഹായ ഹദീസിലൂടെ വളരെ വ്യക്തമായും നമ്മോട് പറഞ്ഞിരിക്കെ, അതുപോലെ ഇസ്റാഇന്റെ കാര്യം വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിരിക്കെ, ആ ഇസ്റാഉം മിഅ്റാജും കൃത്യമായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിന് ആകാശവുമായി ബന്ധമുണ്ട്. വേദഗ്രന്ഥങ്ങൾ അതിന് ആകാശവുമായി ബന്ധമുണ്ട്. അമ്പിയാക്കൾ അവർക്ക് ആകാശവുമായി ബന്ധമുണ്ട്. ഇതേതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞുണ്ടാക്കിയ കുറെ ആശയങ്ങളല്ല. എല്ലാ അമ്പിയാക്കളും ഒറ്റക്കെട്ടാണ്. ഖബറുസ്സമാ എന്നാണ് വഹീക്ക് പറയുക തന്നെ. വഹീന്ന് ആകാശത്തിന്റെ വർത്തമാനം. ഒരാകാശ ബന്ധമുള്ള മതത്തിന്റെ ആളുകളാണ് നമ്മൾ തന്നെ. ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ ഉത്ഭവം അത് ആകാശത്താണല്ലോ, സ്വർഗത്തിലാണല്ലോ. അല്ലാഹ് പറഞ്ഞില്ലേ, വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ പാർക്കണം. മേലെയാണല്ലോ സ്വർഗം. അപ്പൊ സ്വർഗത്തിന്റെ സൃഷ്ടിയാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു പരീക്ഷാലയത്തിലേക്ക് വന്നതാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകലാണ് ഉത്തരവാദിത്വം. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്നു, സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതിന് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യണം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യം പറയുമ്പോ അല്ലാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞു, ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹുവിങ്കലേക്ക് ഉയർത്തിയതാണ്. വകാന അല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു പ്രതാപിയാണ്, അവൻ യുക്തിമാനാണ്. ഈസയെ എന്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന് അറിയാം. സൂറ നിസായിൽ 158-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമായി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആകാശ ജീവിതത്തെ സംബന്ധിച്ച് പരാമർശിക്കുകയാണ്. തന്നെയുമല്ല, ഇത് ഖാല അല്ലാഹു യാ ഈസാ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ, ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോകുമ്പോ പേടിക്കണ്ട, ഈസാ നാം പറഞ്ഞു, അല്ലാഹ് പറയാ, നാം പറഞ്ഞു, ഈസാ ഇന്നി മുതവഫീക, നാം ഇതാ നിന്നെ ഏറ്റെടുക്കാൻ പോവുകയാണ് പൂർണ്ണമായി. വറാഫിഉക ഇലയ്യ, നമ്മളിലേക്ക് നിന്നെ ഉയർത്തിക്കൊണ്ടു പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് കൊണ്ടുപോയി ഈസാ അലൈഹിസ്സലാമിനെ. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ
കൈ ആരുടെ, എന്റെ ശരീരം ആരുടെ കയ്യിലാണോ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലയൂഷികന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം, മറിയമിന്റെ മകനായ ഈസ തീർച്ചയായും നിങ്ങളിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹക്കമം മുഖ്സിത, ഒരു നീതിമാനായ ഭരണാധികാരിയായിട്ട്. നീതിമാനായ ഭരണാധികാരി അഥവാ ശരീഅത്ത് കൊണ്ട് വിധി പറയുന്ന, ഖുർആൻ അനുസരിച്ച് വിധി പറയുന്ന, ഖുർആനാണ് ശരി, അത് യഥാർത്ഥ ശരീഅത്താണ് എന്ന് ജനങ്ങളോട് പറയുന്ന ഒരു വിധികർത്താവായിട്ട് ഈസാ നബി അലൈഹിസ്സലാം വരും. അല്ലാതെ ഒരു പുതിയ വേദഗ്രന്ഥവും ഒരു പുതിയ ദീനും കൊണ്ടല്ല വരുന്നത്. ഈ ഉമ്മത്തിൽ അംഗമായി നിന്നുകൊണ്ട് ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകനായി ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഫയക്സിറു സലീബ്, അദ്ദേഹം കുരിശുകളെ മുഴുവനും നശിപ്പിക്കുന്നതാണ്. എവിടെയൊക്കെ കുരിശുണ്ടോ അതൊക്കെ പോയി അടിച്ചുടക്കുക എന്നതല്ല അതിന്റെ അർത്ഥം. മറിച്ച് മനുഷ്യരുടെ മനസ്സിൽ നിന്ന് കുരിശ് മരണത്തിൽ വിശ്വസിച്ച ക്രിസ്ത്യാനികളുടെ അന്തരത്തിൽ നിന്ന് അത് തെറ്റാണ് എന്ന ശരിയായ സത്യവാദം ഈസാ നബി അലൈഹിസ്സലാം ഉന്നയിക്കുകയും ഞങ്ങളെ വിശ്വസിച്ച് ധരിച്ചു വശായത് തെറ്റാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. യഥാർത്ഥ ഈസാ അലൈഹിസ്സലാം തന്നെ വന്നിട്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതുപോലെ പന്നികളെ കൊന്നു തള്ളുന്നതാണ്. ലോകത്തുള്ള പന്നിയെ മുഴുവനും ഈസാ നബി വന്ന് കൊല്ലുമെന്നല്ല, മറിച്ച് അത് അനുവദനീയമാണ്, അത് ഭക്ഷിക്കാം എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളോട് അല്ല, അത് വർജിക്കേണ്ടതാണ്, നജസാണ്, ഒഴിവാക്കേണ്ടതാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം പ്രവർത്തിക്കുമെന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഒരു നല്ല ഭരണം കാഴ്ചവെക്കുകയും ഇഷ്ടം പോലെ ധനമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഭരണകാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ അല്ലാഹു തന്നെ പറയുന്നു, വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബല മൗതിഹി. ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിൽ വന്ന് മരണം വരിക്കുന്നതിന് മുമ്പ് അഹ്ലു കിതാബ് വേദക്കാര് മുഴുവനും നിർബന്ധിതരായി വിശ്വസിക്കേണ്ടി വരും. അവരിതുവരെ വിശ്വസിച്ച് വെച്ചത് തെറ്റാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാം തന്നെ വന്ന് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകുമെന്ന് അല്ലാഹു തആല പറയുകയുണ്ടായി. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഈസാ നബി ആകാശത്തുണ്ട്. ഈസാ നബി മാത്രല്ല, മിഅ്റാജിന് റസൂലുള്ളാഹി പോയപ്പോ ഒരുപാട് നബിമാരെ കണ്ടു. ആദം അലൈഹിസ്സലാമിനെ കണ്ടത് സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിനെ, ഹാറൂൻ അലൈഹിസ്സലാമിനെ, ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, ഒരുപാട് നബിമാരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിങ്കലേക്ക് യാത്ര ചെയ്തു. മിഅ്റാജ് നമുക്കറിയാം, സൂറത്തുൻ നജ്മിൽ അല്ലാഹു തആല പറയുകയാണ്, അഫതുമാറൂനഹു അലാ മാ യറാ. റസൂൽ കണ്ട കാര്യത്തിൽ റസൂലിനോട് നിങ്ങൾ തർക്കിക്കുകയാണോ? വലഖദ് റആഹു നസ്ലതൻ ഉഖറ, ശരിയായി കണ്ണുകൊണ്ട് കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ മറ്റൊരിറക്കത്തിൽ വെച്ച് റസൂലുള്ള കണ്ടു. ഇൻദ സിദ്റത്തിൽ മുൻതഹ, ആ അത്ഭുത വൃക്ഷത്തിനരികിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇൻദഹാ ജന്നത്തുൽ മഅ്വ, അവിടെയാണല്ലോ താമസിക്കാനുള്ള സ്വർഗം. സ്വർഗത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന സിദ്റത്തുൽ മുൻതഹ എന്ന അത്ഭുത വൃക്ഷത്തിന്റെ അടുത്ത് വെച്ച് മഹാനായ റസൂൽ ജിബ്രീലിനെ കണ്ടത്, വാനലോക സഞ്ചാരം നടത്തിയത് അല്ലാഹു സൂറത്തുൻ നജ്മിലൂടെ നമ്മോട് പറഞ്ഞു തരികയാണ്. മാ സാഗൽ ബസറു വമാ തഗാ, അദ്ദേഹത്തിന്റെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല, ഒന്നും തെറ്റിദ്ധരിച്ചതല്ല, അതിക്രമിച്ചു പോയിട്ടുമില്ല. കൺകുളിർക്കെ നല്ലോണം റസൂലുള്ളാഹി കാണുക തന്നെ ചെയ്തു എന്ന് അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റ, ഇതുപോലെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിന്റെ ആയാത്തുകൾ, ആ ആയാത്തുകളിൽ പലതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് നടക്കുന്ന ദീന്, ആ ദീനിന് ഒരു വലിയ ബന്ധമുണ്ട് ആകാശവുമായി. എല്ലാ അമ്പിയാക്കളും പറഞ്ഞ ആശയം ഒന്നാണ്, ആദർശം ഒന്നാണ്.
ഏതെങ്കിലും കുറെ നബിമാര് വന്ന് ആ നബിമാർ ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്ന ഒരാദർശമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലാ നുഫർരിഖു ബൈന അഹദിൻ വറുസുലി, ഒരു മുർസലീങ്ങൾക്കിടയിലും നമ്മൾ വേർതിരിവ് കൽപ്പിക്കുന്നില്ല. എല്ലാവരും പറഞ്ഞത് തൗഹീദാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുക എന്ന ആദർശമാണ്. ആ ആദർശം അള്ളാഹുവിൻ്റെതാണ്. അത് വാനലോകത്ത് നിന്നിറക്കിയതാണ്. ഗ്രന്ഥങ്ങൾ ആകാശത്ത് നിന്നിറങ്ങിയതാണ്. വഹി ആകാശത്ത് നിന്ന് വന്നതാണ്. അങ്ങനെ ആ മിഅ്റാജ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആകാശയാത്രയാണ്. അതെല്ലാം കൃത്യമായി വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ വാനലോകത്ത് നിന്ന് വന്ന ആരാധനകൾ, ആ ആരാധനകളുടെ കൂടെ വേറൊന്നും പാടില്ല, വിദ്അത്തുകൾ പാടില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നതും അതിന്റെ പവിത്രത അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. നമുക്ക് മിഅ്റാജിൽ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആ സമ്മാനമാണ് 5 നേരത്തെ നമസ്കാരം. എപ്പോഴും നമുക്ക് മിഅ്റാജിനെ ഓർമ്മിക്കാനുള്ളതാണ്. മിഅ്റാജിൽ അള്ളാഹു നമുക്ക് നൽകിയ ആ മഹത്തായ സമ്മാനം ദീന്, ആ ദീന് ഭൂമിയിൽ നിന്നുകൊണ്ട് നാം നടത്തുന്ന ഒരാകാശയാത്ര, അള്ളാഹുവുമായുള്ള ഒരു സംഭാഷണം. ആ സംഭാഷണമാണ് നമസ്കാരം. അതിന്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് മിഅ്റാജ് ശരിക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിന്റെ സമ്മാനം അതിൽ സന്തോഷിച്ച് നിലനിർത്തിക്കൊണ്ട് നടക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും മരണമുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. മരിക്കാത്ത ആരുമില്ല. പ്രായമോ ആരോഗ്യമോ ഇതൊന്നും നോക്കിയല്ല മരണം. അള്ളാഹുവിന്റെ ഖദറാണ്. 4 കുട്ടികളുടെ മരണം ഉമ്മത്തിനെ പിടിച്ചൊലച്ച ഒരാഴ്ചയാണ് പിന്നിട്ട് പോയത്. ഒരുപാട് പാഠം നമുക്ക് ആ മരണം നൽകുന്നുണ്ട്. അവരെങ്ങാനും ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ മക്കളെ നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ പറയുമായിരുന്നു, ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്നൊക്കെ പറയും. ഭാവിയുടെ പ്രതീക്ഷ. കാരണം അത്രയും ഭദ്രമാണ് ഈ ഐഹിക ജീവിതം എന്ന തെറ്റിദ്ധാരണയിൽ നിന്നുളവാകുന്നതാണല്ല. പ്രതീക്ഷകളാണല്ലോ. വലിയ ഉറപ്പാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ ഐഹിക ജീവിതത്തിൽ. അള്ളാഹു പറയുന്നത് വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ച് എപ്പോൾ ആര് മരണപ്പെടും അറിയില്ല, ആർക്കും അറിയില്ല. അത് അള്ളാഹുവിന്റെ ഖളാ ആണ്. അപ്പോൾ നമുക്കുമുണ്ട് മക്കൾ, നമുക്കും സമ്പത്തുണ്ട്. ഈ ഇത്തരം മരണങ്ങൾ നമുക്ക് നൽകുന്ന പാഠമതാണ്. അള്ളാഹു നൽകിയ മക്കളും അള്ളാഹു നൽകിയ സമ്പത്തും സ്ഥാനമാനങ്ങളും മുഴുവനും അള്ളാഹുവിലേക്ക് ചേർത്ത് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തന്നതാണ് എന്ന അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ വിനയാന്വിതരാകും. അപ്പോൾ വിനയം, തവാളു എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഇനി നേരെ മറിച്ച് എന്റത് എന്ന് തന്നിലേക്ക് ചേർത്തിയിട്ട് നമ്മുടെ മക്കളെയോ നമുക്ക് നൽകിയ സമ്പത്തിനെയോ ഒക്കെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ എനിക്കുണ്ട് മറ്റവനില്ല എന്ന അർത്ഥത്തിൽ എന്റത് എന്ന രൂപത്തിൽ ചിന്തിക്കുമ്പോ അവിടെ വരുന്ന സ്വഭാവത്തിന്റെ പേരാണ് കിബർ. അതുകൊണ്ടാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈമാനും കിബറും ഒരിക്കലും ഒരു മനസ്സിൽ ഒരുമിച്ച് കൂടൂല. ഈമാനുണ്ടോ കിബർ ഇല്ല, കിബറുണ്ടോ ഈമാനും ഇല്ല. വൈരുദ്ധ്യങ്ങളാണ്. ഈമാനുണ്ടെങ്കിൽ തവാബു ആണ്, ശുക്റാണ്. അള്ളാഹു തന്നതിന് ശുക്റാണ്, നന്ദിയാണ്, അൽഹംദുലില്ലയാണ്. മക്കളെ അള്ളാഹു തആല തിരിച്ചെടുത്തു. അള്ള ചോദിക്കുമ്പോഴും മലക്കുകളോട്, മലക്കുകളെ, എന്റെ ദാസന്റെ ഹൃദയത്തിന്റെ പുഷ്പം നിങ്ങൾ പറിച്ചു കൊണ്ടുവന്നുവല്ലേ? മലക്കുകൾ പറയും, അതെ, ഞങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അതാ അള്ളാഹ് അറിയേണ്ടത്. എന്താ രക്ഷിതാക്കൾ പറഞ്ഞത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. ഒരു പരാതിയും ഇല്ല അള്ള കൊണ്ടുപോയതിൽ. അള്ള പറയും, പണിത് വെക്കൂ അദ്ദേഹത്തിന് വേണ്ടി ഒരു വീട് സ്വർഗത്തിൽ. ആ വീടിന്റെ പേരാണ് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീട്, ഹംദിന്റെ വീട്. ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്നത് ഖദറിലുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു തിരിച്ചെടുത്തതാണ്, അള്ളാഹു നൽകിയതാണ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു തിരിച്ചെടുത്തതാണ്, അൽഹംദുലില്ലാഹ്. ഞാൻ ഇതെല്ലാം കിട്ടുമ്പോൾ അനുഭവിക്കുന്ന വെറും ദാസൻ മാത്രം എന്ന ഉറച്ച വിശ്വാസം, അതാണ് ഒരു മുഅ്മിനിന്റെ പ്രചോദനം. ഈ പറഞ്ഞത് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടാനല്ല, തികഞ്ഞ ആത്മാർത്ഥമായ തവക്കുൽ, അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടിയാണ്. അങ്ങനെ കൃത്യമായി അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പലരും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗർഭിണിയായ സഹോദരി ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിനോട് പറയുകയല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര അത്യാഹിത ഘട്ടങ്ങളിലാണെങ്കിലും അള്ളാഹുവേ, നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നിന്നോട് ചോദിക്കലല്ലാതെ മാർഗമില്ല. ശിഫ നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ റഹ്മാനെ, ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. നിന്നെ മാത്രം ആരാധിക്കുന്ന വിശ്വാസികളായി ജീവിക്കാൻ, അവസാനം നിന്നിൽ അർപ്പിച്ച് തവക്കുലാക്കി കലിമ ഷഹാദത്ത് ചൊല്ലി മരണപ്പെടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ റഹ്മാനെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ തന്നതിൽ ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. നീ വിധിച്ച എല്ലാ ശർറിനെ തൊട്ടും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.